പറഞ്ഞോ പറഞ്ഞോ. അനസേ, നമ്മുടെ ശശി തരൂരിനെ സർവകക്ഷി സംഘത്തിൽ വിട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പോയിട്ട് ഇപ്പോ അണ്ടർ സെക്രട്ടറിനെ കണ്ടു, മന്ത്രിമാരൊന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ? ചില വാർത്തകൾ അങ്ങനെ ഇതായിട്ട് കണ്ടിട്ട് വരുന്നുണ്ട്. അതായത് ശശി തരൂരിന്റെ സംഘത്തിൽ മാത്രമല്ല, പല സംഘങ്ങളായിട്ട് പല പല രാജ്യങ്ങളായിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പം ചില സംഘങ്ങളൊക്കെ പത്ര റിപ്പോർട്ടുകൾ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് അണ്ടർ സെക്രട്ടറിയെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരെ, മുൻ എം പിമാരെ, മുൻ MLA മാരെ, അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ആധികാരികമായിട്ടോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിലവിലുള്ള പ്രതിനിധികളെയോ കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ശശി തരൂർ എന്ന വ്യക്തിത്വം, അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പം അതനുസരിച്ച് അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ പലയിടങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോ എനിക്കറിയില്ല, അദ്ദേഹം പോയിട്ട് ആരെയാണ് കണ്ടത്? മന്ത്രിമാരെ കണ്ടോ, പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ടോ, അവരോട് എന്ത് പറഞ്ഞു? കേട്ട ആൾക്കാര് ഇദ്ദേഹം പറഞ്ഞെല്ലാം വിശ്വസിച്ചിട്ടുണ്ടോ? ഇത് സത്യാവസ്ഥ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അല്ല, ഇദ്ദേഹം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. ഒരു വിശ്വപൗരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ ഡിപ്ലോമാറ്റ് തീർച്ചയായിട്ടും ഒരു 30 വർഷത്തിലേറെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ഒരു ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഏറ്റവും രണ്ടാമത്തെ പൊസിഷനിലെത്തിയ ഒരു അണ്ടർ സെക്രട്ടറി എന്ന രണ്ടാമത്തെ പൊസിഷൻ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ലോകം മുഴുവനും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് വാക്ചാതുര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷകൾ, അദ്ദേഹം സംസാരിക്കുന്ന രീതികളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അപ്പം അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കേൾക്കും, അതാത് രാജ്യങ്ങളിലെ അധികാരികൾ കേൾക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതൊക്കെ പ്രത്യാശയും ഊഹവും ആഗ്രഹങ്ങളും ഒക്കെ ആണല്ലോ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ല. ഈ പോയ ആൾക്കാർക്കൊക്കെ അല്ലേ അറിയുള്ളൂ. ഇദ്ദേഹം ചെന്ന് കണ്ട ആൾക്കാർ ഏത് രീതിയിൽ അത് എടുത്തിട്ടുണ്ടാവും, അതെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുമോ? ഇദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞ പോലെ വാക്ചാതുര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷും വാക്ചാതുര്യവും ഉള്ളൊരാൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ അതേ വിലക്ക് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവർക്കും ബുദ്ധിയുള്ളവരാണ്, അവരും ചോറ് തിന്നിട്ടുള്ള ആൾക്കാരാണ്, ചോറല്ല വേറെ എന്തെങ്കിലും. ഇദ്ദേഹത്തിന് അയക്കാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുക. അതായത് പാകിസ്ഥാനും ഇന്ത്യയും നടന്ന ഈ സംഘർഷത്തിൽ ഇന്ത്യയാണ് ഭീകരവാദത്തിന് ഇരയായിട്ടുള്ളത്, അതായത് നമ്മളെ വിക്ടിം എന്ന് പറയുന്നത്. അപ്പം ഇത് ലോകത്തോട് വിളിച്ചു പറയുക, പാകിസ്ഥാന്റെ തനി നിറം തുറന്നു കാട്ടുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അടുത്ത പത്രവാർത്തകൾ വരുന്നതാണ്. കൊളംബിയ എന്ന രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ ശശി തരൂർ പോവുകയും അവിടെ ഇന്ത്യയുടെ നിലപാടുകൾ സമർത്ഥിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൊളംബിയ എന്ന രാജ്യം നിലപാട് തിരുത്തി ഇന്ത്യയാണ് ഭീകരവാദത്തിന് ഇരയായ രാജ്യം, അതുകൊണ്ട് അവരുടെ നിലപാട് ഇന്ത്യക്കൊപ്പമാണെന്ന രീതിയിലാണ് നിലപാട് മാറ്റിയെന്ന രീതിയിലാണ് നമുക്കിപ്പോൾ പത്രവാർത്തകൾ വരുന്നത്. പത്രവാർത്തകൾ മുഴുവൻ വിശ്വസിക്കാൻ പറ്റുമോ? സത്യാവസ്ഥയും പത്രവാർത്തയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ?